വന്നവനെയും നിന്നവനും ഒക്കെ പ്രതികളാക്കുകയാണ് പോലീസ്. പറയാനോ മിണ്ടാനോ പാടില്ല, കേസ് വരുമെന്ന ലൈനിലാണ് മാങ്കൂട്ടം കേസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയാതിരിക്കാൻ വയ്യ എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു ഇന്നലെ അതിജീവിതയെക്കുറിച്ച് സന്ദീപ് വാര്യർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. താൻ ഭർത്താവിനൊപ്പം വെറും 4 ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ എന്ന് അതിജീവിത നൽകിയ മൊഴി കള്ളമാണ് എന്ന് പൊടിച്ചടക്കിക്കൊണ്ടായിരുന്നു സന്ദീപ് വാര്യർ എത്തിയത്. അന്ന് BJP നേതാവായിരുന്ന താൻ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് പങ്കെടുത്തുവെന്നും മാസങ്ങളോളം തിരുവനന്തപുരത്ത് ഭർത്താവിനൊപ്പം താമസിച്ച യുവതി വെറും 4 ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ എന്ന് പറയുന്നതിലെ പൊരുത്തക്കേട് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുമായിരുന്നു സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. എന്നാൽ ഇപ്പോൾ ആ പറഞ്ഞതിനെതിരെ വാളെടുത്ത് വരികയാണ് DYFI. മറ്റൊന്നുമല്ല, അതിജീവതയെ അധിക്ഷേപിച്ചു എന്നതാണ് DYFIയുടെ പരാതി. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്കെതിരെയും രാഹുൽ ഈശ്വറിനുമെതിരെയുമാണ് DYFI DGPക്ക് പരാതി നൽകിയത്. ഈ ശുഷ്കാന്തിയൊന്നും മുകേഷിന്റെ കാര്യത്തിൽ കാണിച്ചിരുന്നില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതും അതിജീവതയായിരുന്നു. അതിജീവതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് അപമാനിക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് പരാതിയിൽ പറയുന്നു. സൈബർ ക്രിമിനലുകൾ അതിജീവതയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്തു എന്നും DYFI പരാതിയിൽ വ്യക്തമാക്കുന്നു. പരാതിക്കാരെ അപമാനിക്കാനുള്ള സംഘടിത ശ്രമമാണ് രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യറും നടത്തിയതെന്നും പരാതി വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അതിജീവതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റായിരുന്നു ഇരുവരും പങ്കുവച്ചത്. പോസ്റ്റിലെ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന നിരവധി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുകയാണ്. ഇതിനിടെ മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചിരുന്നു. ജാമ്യാപേക്ഷയിൽ കൃത്യവും വ്യക്തവുമായ 9 രേഖകളാണ് മാങ്കൂട്ടം സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സീൽഡ് കവറിൽ രേഖകൾ നൽകിയത്. 9 തെളിവുകൾ കോടതിയിൽ എത്തിച്ചു. യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കുവാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള തെളിവുകൾ പെൻഡ്രൈവിൽ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കാനുള്ള രേഖകളും നൽകിയിട്ടുണ്ട്. ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നതിനുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുന്നു എന്നാണ് വിവരം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ മറ്റു വാദങ്ങൾ ഇവയാണ്. പരാതിക്ക് പിന്നിൽ CPM BJP ഗൂഢാലോചനയാണ്. യുവതിയുടെ ഭർത്താവ് BJPയുടെ പ്രാദേശിക നേതാവാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിലും ദുരൂഹതയുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് യുവതി. പരാതി നൽകിയില്ലെങ്കിൽ സ്ഥാപനത്തിൽ തുടരാനാകില്ല എന്ന മാനേജ്മെന്റ് അറിയിച്ചതായുള്ള യുവതിയുടെ ശബ്ദ സന്ദേശം അടക്കം ഹാജരാക്കാൻ തയ്യാറാണ് എന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് കേസെടുത്തത് എന്നിവയാണ് രാഹുലിന്റെ വാദം. മാർച്ച് 17-ന് ഫ്ളാറ്റിലെത്തിയ രാഹുൽ മൊബൈൽ ഫോണിൽ തന്റെ നഗ്ന ദൃശ്യങ്ങൾ എടുത്തുവെന്നും ബന്ധത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മൊഴിയിലെ മറ്റു വിവരം ഇങ്ങനെയാണ്. മെയ് 30-ന് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് തന്നെ കാണാനെത്തിയെന്നും കൈമനത്ത് വെച്ച ജോബിയുടെ കാറിൽ താൻ കയറിയെന്നും മൊഴി നൽകിയ യുവതി ഗർഭചിത്രത്തിനുള്ള മരുന്ന് ജോബിയുടെ പക്കലുണ്ടായിരുന്നുവെന്നും പോലീസിനോട് പറയുന്നുണ്ട്. ലൈംഗിക പീഡന പരാതിയിൽ ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം എന്നിവ അടക്കമുള്ള കുറ്റങ്ങൾക്കാണ് കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതിനിടയിൽ ചില നുണക്കഥകൾ കൂടി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും സത്യം പറയുന്നവനെ കല്ലെറിയുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ്.